നമസ്കാരം. ഈശ്വരീ രക്ഷ. ആർഷഭാരത സംസ്കാരപ്രകാരം ഹൈന്ദവരുടെ പൂർണ്ണ ആശ്രമ സമ്പ്രദായങ്ങളിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഷോഡശ ക്രിയ പദ്ധതികളുടെ ഭാഗമാണ് ഉപനയനം, സമാവർത്തനം, അതുപോലെ തന്നെ ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം ഇത്യാദി ബ്രാഹ്മണ്യ ക്രിയാപദ്ധതികൾ. ദൈനംദിന ജീവിതത്തിൽ ഇതൊക്കെ വളരെ തീണ്ടാപ്പാട് അകലെയുള്ളതായ സംസ്കാര സമ്പ്രദായങ്ങൾ, ജാതീയ സമ്പ്രദായങ്ങൾ എന്നുള്ള രീതിയിലാണ് നാം കാണുന്നത്. ഈ അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സന്ദർഭത്തിൻ്റെ ഹേതുവായ വിഷയം. ഹൈന്ദവ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പറ്റം സാമുദായിക സംഘടനകളും മറ്റ് ഹൈന്ദവ സംഘടനകളൊക്കെ നിലനിൽക്കുമ്പോൾ പോലും എന്തിനാണ് ബ്രാഹ്മണ്യം എന്നുള്ളതിനെക്കുറിച്ച് സമൂഹ തലത്തിൽ ഒരു ചർച്ചയോ ചിന്തയോ നിലനിൽക്കാത്ത ഈ കാലഘട്ടത്തിൽ പെരിഗമന ജ്യോതിശാലയവും പെരിഗമന മന്ത്രശാലയുടെയും മുന്നിൽ വന്നൊരു വിഷയം, സാധാരണ ഹൈന്ദവന് ബ്രാഹ്മണ്യം എങ്ങനെ നേടാം, അത് സ്വപ്നമായ വിഷയം എന്നുള്ള തലത്തിൽ നിന്നും സാധാരണ മനുഷ്യരിലേക്ക് വേദങ്ങളെയും മന്ത്രങ്ങളെയും ഉപനിഷത്തുകളെയും ഈ ഹൈന്ദവ ആചാരങ്ങളിൽ നിന്നും അകറ്റി നിർത്തിയ ക്രിയാപദ്ധതികളെ പൂർണ്ണമായിട്ടും ഹൈന്ദവരിലേക്ക് എത്തിക്കാനുള്ള വലിയ ഒരു ദൗത്യം എന്നുള്ള തലത്തിൽ തന്നെയാണ് പെരിഗമന ജ്യോതിശാലയം ഇത്തരം ക്രിയാപദ്ധതികളിലൂടെ കാണുന്നത്. ഈ ഉപനയനം, സമാവർത്തനം, ചൗളം ഇത്യാദി കർമ്മങ്ങൾ ഇന്ന് എത്രത്തോളം അവലംബിക്കുന്നതാണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ വിഷയത്തിൽ തന്നെ നാം നാനാവിധത്തിലുള്ള അഭിപ്രായങ്ങൾ, ഭീഷണികൾ പോലും പെരിഗമന ജ്യോതിശാലയം, പെരിഗമന മന്ത്രശാലയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴും നാം മുന്നിൽ വെച്ച ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. നമുക്കറിയുന്നത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാനും നാം കേൾക്കുന്നതും കാണുന്നതും മറ്റുള്ളവനും ഒരേ കണ്ണിൽ കാണാനും സാധിക്കുക എന്നുള്ളത് മാത്രമാണ് പെരിഗമന ജ്യോതിശാലയത്തിൻ്റെയും പെരിഗമന മന്ത്രശാലയുടെയും മുഖ്യ ലക്ഷ്യമായിട്ട് നാം കണ്ടത്. നമ്മളെ പൂർവികന്മാരാൽ സ്വയസിദ്ധമാക്കിയ വേദങ്ങളെയും മന്ത്രങ്ങളെയും ഉപാസനകളെയും സിദ്ധികളെയും ഹൈന്ദവർക്ക് അനുഭവിക്കാൻ സാധിക്കുമാറാകണം എന്നുള്ളതായ പക്ഷമാണ് പെരിഗമന ജ്യോതിശാലയം